യാത്ര ഇഷ്ടമുള്ള എല്ലാവരെയും പോലെ ഭാവന നൽകുന്ന വർണ്ണങ്ങൾ മാത്രമായിരുന്നു ഹിമാചലിലെ കാഴ്ചകൾ. മഞ്ഞിൻ വെള്ളിപ്പുതപ്പ് വിരിച്ച ഷിംല കാഴ്ചകൾ കുഫ്രിയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിലെ കുഫ്രി യാത്രകൾക്ക് തുടർച്ചയായി ചെയ്തിരിക്കുന്ന ഈ യാത്രാ വിവരണത്തിന്റെ പൂർണ്ണമായൊരു ആസ്വാദനത്തിനായി ഇതിന്റെ മുൻഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കുക. മഹസു പീക്കിൽ നിന്നും ഒരു ജീപ്പിനെ ആശ്രയിച്ചാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കല്ലും മണ്ണും നിറഞ്ഞ ഒരു പാതയാണിത്. ഈ കാണുന്നതാണ് കുഫ്രി ഫൺ വേൾഡ്. ആകർഷകമായ സാഹസിക പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. കൊറോണ കാലമായതിനാൽ ഇതുപോലുള്ള ധാരാളം കാഴ്ചകളാണ് എനിക്ക് നഷ്ടമായത്. ഈ പാതയോട് ചേർന്ന് ഇലപ്പൊഴിച്ചു നിൽക്കുന്ന ധാരാളം ആപ്പിൾ മരങ്ങൾ കാണാൻ സാധിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കുഫ്രി സന്ദർശിക്കുമ്പോൾ ഈ മരങ്ങളിൽ നിറയെ ആപ്പിളുകൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. ഇവിടുത്തെ ആപ്പിൾ കൃഷിയും അതിനോട് ചേർന്നുള്ള സാഹസിക വിനോദങ്ങളുടെ കാഴ്ചകളും കാണാമെന്ന വാഗ്ദാനത്തിലാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് കാണുവാനുള്ള കാഴ്ചകൾ ഒന്നും തന്നെയില്ല. മഹസു പീക്കിൽ നിന്നും ഇവിടേക്ക് നടന്നു പോവാനുള്ള ദൂരമേയുള്ളൂ. സാഹസിക വിനോദങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്. എന്നാൽ ഇവിടേക്കുള്ള വരവ് എൻ്റെ സമയം കളഞ്ഞു എന്ന് തന്നെ പറയാം. ആകെ കാണാനായിട്ടുള്ളത് സിപ്പ് ലൈനിൻ്റെ കാഴ്ചകൾ മാത്രമാണ്. ദമ്പതികളും കമിതാക്കളുമാണ് ഇപ്പോൾ ഈയിടത്തെ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. അവരുടെ പ്രണയ നിമിഷങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഒരിടം. അല്പസമയത്തെ ചിത്രീകരണവും സാധ്യമാക്കി ഞാൻ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്നുള്ള മടക്കയാത്ര വാഹനത്തെ ആശ്രയിക്കാതെ നടന്നു പോകാം എന്ന് തീരുമാനിച്ചു. സഞ്ചാരികളുമായി ധാരാളം വാഹനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന പാതയിൽ ചിലയിടങ്ങളിലായി മഞ്ഞ് കൂടിക്കിടക്കുന്നതും കാണാം. മഞ്ഞ് ഉരുകി വരുന്ന വെള്ളം കെട്ടിനിന്നാണ് ഈ പാതകളിലെല്ലാം ചളി പിടിച്ചു കിടക്കുന്നത്. മറുവശത്തായി കാണുന്നത് ആപ്പിൾ തോട്ടമാണ്. ഇവിടെ ഇതാ ഫോട്ടോ ചിത്രീകരണത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന യാക്കുകളെയും കാണാം. അതിന് മുകളിലിരുന്ന് ഫോട്ടോ ചിത്രീകരിക്കുന്ന യാത്രികരെയും. അങ്ങനെ കുഫ്രി കാഴ്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും യാത്രയാവുകയാണ്. മടക്കയാത്രയിൽ മറ്റൊരാളാണ് കുതിരക്കാരൻ. ഇറക്കമായതിനാൽ വന്നതിനേക്കാൾ വേഗത്തിലാണ് കുന്നിറങ്ങുന്നത്. കുത്തനെയുള്ള ഈ പാത കാണുമ്പോൾ ഉള്ളിലൽപ്പം ഭയം തോന്നും. കുറച്ച് ബുദ്ധിമുട്ടിയാണേലും ഞാൻ എൻ്റെ ചിത്രീകരണം സാധ്യമാക്കുകയാണ്. ശൈത്യകാലത്തെ പോലെ തന്നെ വേനൽക്കാലത്തും മഴക്കാലത്തും കുഫ്രി ഒരുപോലെ ആസ്വാദ്യകരമാണ്. അതുകൊണ്ട് തന്നെ കുഫ്രിയിൽ ഈ 3 കാലങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. പീക്ക് സീസൺ, ഷോൾഡർ സീസൺ, ലോ സീസൺ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായി ഈ കാലങ്ങളെ അറിയപ്പെടുന്നു. പീക്ക് സീസൺ എന്നത് ശൈത്യകാലത്തെയും ഷോൾഡർ സീസൺ എന്നത് വേനൽക്കാലത്തെയും അതുപോലെ ലോ സീസൺ എന്നത് മൺസൂൺ കാലത്തെയും അർത്ഥമാക്കുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ശൈത്യകാലം. ഈ സമയത്ത് താപനില സാധാരണയായി 5 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഇത് 0-ലേക്കും താഴാം. കായിക വിനോദങ്ങൾക്കും ആവേശത്തിനും കുഫ്രി സന്ദർശിക്കാൻ പറ്റിയത് ശൈത്യകാലത്ത് തന്നെയാണ്. ഈ സമയത്ത് സംസ്ഥാന പക്ഷിയായ മൊണാൽ ഉൾപ്പെടെ നിരവധി പക്ഷികളെയും കാണാൻ സാധിക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് വേനൽക്കാലം. ഈ സമയത്ത് സാധാരണയായി താപനില 12 ഡിഗ്രി സെൽഷ്യസിനും 17 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. എന്നിരുന്നാലും ഇടയ്ക്കിടെ 37 ഡിഗ്രി സെൽഷ്യസായും വർദ്ധിക്കുന്നു.
വേനൽക്കാലത്ത് കുഫ്രിയുടെ കാലാവസ്ഥ മനോഹരമാണ്. ഹിൽ സ്റ്റേഷന്റെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കാൻ പറ്റിയ മികച്ച സമയം കൂടിയാണിത്. കുഫ്രി ജനതയുടെ വർണ്ണാഭമായ പ്രാദേശിക സുഗന്ധങ്ങളാൽ കവിഞ്ഞൊഴുകുന്ന ഉത്സവകാലമാണ് വേനൽക്കാലം. ആധികാരിക ഹിമാചലി സംസ്കാരത്തിൽ മുഴുകുവാനുള്ള മനോഹരമായ സമയമാണ് വേനൽ. ഈ സമയത്ത് പരമ്പരാഗത കലയും കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ധാരാളം സ്റ്റാളുകൾ പ്രാദേശികർ ഇവിടെ സ്ഥാപിക്കും. മാത്രവുമല്ല, മഹാസു പീക്ക്, ഹിമാലയൻ നാഷണൽ പാർക്ക്, കുഫ്രി ഫൺ വേൾഡ് തുടങ്ങിയ പ്രകൃതിദത്ത അത്ഭുതങ്ങളും വിനോദങ്ങളുമായി സദാ സജ്ജമായിരിക്കും. കുഫ്രിയുടെ അമൂല്യമായ അനുഭവം നൽകുന്ന ഒരു കാലമാണ് മൺസൂൺ കാലം. ഉത്തരേന്ത്യയിലെ മറ്റു ഹിൽ സ്റ്റേഷനുകളെ പോലെ മഴക്കാലത്തും കുഫ്രി തിളങ്ങി നിൽക്കും. സാധാരണയായി ഈ സമയത്ത് 20 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് താപനില. മൺസൂൺ കാലത്ത് മഹാസു പീക്കിലെ കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ആകാശത്ത് പഞ്ഞിക്കെട്ടിൽ പൊങ്ങിക്കിടക്കുന്ന മലനിരകളുടെ കാഴ്ച ഈ സമയത്താണ് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടുതന്നെ കുഫ്രിയിലേക്കുള്ള സന്ദർശനത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഏതെന്നതിൽ ഏതൊരു യാത്രികനെയും ആശയക്കുഴപ്പത്തിലാക്കും. അങ്ങനെ കുത്തനെയുള്ള കുന്നുകളും താണ്ടി എൻ്റെ കുതിര സവാരി താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. വാഹനവുമായി പാർക്കിങ്ങിൽ നിന്നും നമ്മുടെ സാരഥിയും എത്തി. ഇനി ഇവിടെ നിന്നും ഗ്രീൻ വാലിയിലേക്കാണ് ഞാൻ പോകുന്നത്. ദേവദാരു വനങ്ങളാൽ തണലേകിയ പാതയിലൂടെയാണ് യാത്ര. വാഹനം ഇപ്പോൾ ഗ്രീൻ വാലിയോടടുക്കുകയാണെന്ന് ഡ്രൈവർ പറഞ്ഞു. കാർ ഒരു വശത്തേക്ക് ചേർത്ത് നിർത്തി ഞാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി. ഈ കാണുന്നതാണ് ഗ്രീൻ വാലി. ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ ആകർഷണമാണ് ഹസൻ വാലി എന്നറിയപ്പെടുന്ന ഗ്രീൻ വാലി. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സൗന്ദര്യവും ആഡംബരവും അതിലുപരി ആകർഷണവും ഉളവാക്കുന്ന ഈ പ്രദേശം ഏത് പ്രായത്തിലുള്ള യാത്രികർക്കും അവിസ്മരണീയമായൊരു അവധിക്കാല അനുഭവം വാഗ്ദാനം ചെയ്യുന്ന ഒരിടം കൂടിയാണ്. സോളോ ട്രാവലേഴ്സ് മുതൽ ഹണിമൂൺ ജോഡികളും കുട്ടികൾ അടങ്ങുന്ന കുടുംബങ്ങളെയും ഇവിടെ കാണാം. ഷിംല നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയായാണ് ഗ്രീൻ വാലി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2100 മുതൽ 2500 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത്. ഈ പ്രദേശത്ത് ഇടതോർന്നു നിൽക്കുന്ന നിത്യഹരിത ദേവദാരു വനങ്ങളാണ് ഗ്രീൻ വാലിയുടെ പ്രധാന ആകർഷണം. ഇത് യഥാർത്ഥത്തിൽ ഷിംലയിലെ വന്യജീവി സങ്കേതത്തിന്റെ ജലാശയമാണ്. ഹിമാലയത്തിന്റെ മനോഹര കാഴ്ചകൾ കാണുവാൻ പ്രതിദിനം നിരവധി സഞ്ചാരികളാണ് ഗ്രീൻ വാലി സന്ദർശിക്കുന്നത്. ഷിംലയിലെ നഗരങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളുടെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി ദേവദാരു മരങ്ങളുടെ ശാന്തതയിൽ ലയിച്ച് കാടുകളിൽ ദീർഘനേരം നടക്കുവാനും പറ്റിയ ഒരിടം തന്നെയാണിത്. മാൻ, യാഗ് തുടങ്ങിയ അപൂർവ മൃഗങ്ങളെയും ഇവിടെ കാണാവുന്നതാണ്. ഗ്രീൻ വാലിയുടെ വിദൂര ദൃശ്യങ്ങളുടെ പൂർണ്ണമായൊരു കാഴ്ചയ്ക്കായി ഇവിടെ ടെലസ്കോപ്പ് സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. യാത്രികരെല്ലാം ഫോട്ടോ ചിത്രീകരിക്കുന്ന തിരക്കിലാണ്. വിനോദസഞ്ചാരത്തിനായി ഈ സ്ഥലം അവികസിതമാണ്. എന്നിരുന്നാലും ഇവിടെ പ്രതിദിനം ധാരാളം സഞ്ചാരികളാണ് സന്ദർശിക്കുന്നത്. ഷിംലയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫി പോയിന്റും കൂടിയാണിത്. ഇവിടെ നിരവധി ബോളിവുഡ് സിനിമകൾക്കും പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ വാലിയിലെ കാഴ്ചകളും ചിത്രീകരിച്ച് ഞാൻ യാത്ര തുടരുകയാണ്. ഇപ്പോൾ വാഹനം സഞ്ജൌലി ദള്ളി ടണൽ പാതയിൽ എത്തിയിരിക്കുകയാണ്. വീതി കുറഞ്ഞ പാതയായതിനാൽ ഒരു വരി വാഹനങ്ങൾക്ക് മാത്രമേ ഈ തുരങ്കപാതയിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അല്പം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചതാണെന്ന് കരുതുന്ന ഈ തുരങ്കപാതയുടെ നിർമ്മാണം 1950 ആരംഭിച്ച് 1952 ശൈത്യകാലത്താണ് പൂർത്തിയാക്കിയത്. ബസ് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ വഴിയാണ് ഷിംലയിലെ പ്രാദേശിക ഗതാഗതം. വളരുന്ന മറ്റേതൊരു നഗരത്തെയും പോലെ സമീപത്തുള്ള പുതിയ ആവാസ വ്യവസ്ഥയുമായി ഷിംല വികസിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ പ്രദേശങ്ങളിലെ ഗതാഗത സേവനങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുങ്ങിയ റോഡുകളും കുത്തനെയുള്ള ചരിവുകളും കാരണം മറ്റ് ഇന്ത്യൻ നഗരങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഓട്ടോറിക്ഷകൾ ഷിംലയിൽ കാണപ്പെടുന്നില്ല. പഴമ പേറി നിൽക്കുന്ന ധാരാളം ഘടനകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജൌലിയിലേക്കാണ്. ഷിംല നഗരത്തിന്റെ പ്രധാന പ്രാന്തപ്രദേശമാണ് സഞ്ജൌലി. ഈ കാണുന്നതാണ് സഞ്ജൌലിയുടെ കാഴ്ചകൾ. സവിശേഷമായ വാസ്തുവിദ്യയും കുത്തനെയുള്ള ഗ്രേഡിയൻ കുന്നിൻ പ്രദേശത്തെ വർണ്ണാഭമായ പാർപ്പിട സമുച്ചയങ്ങൾക്കും പേരുകേട്ട ഇടമാണിത്. ഷിംലയുടെ ഹൃദയം എന്നും സഞ്ജൌലിയെ അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ വടക്കു പടിഞ്ഞാറൻ ശ്രേണികളിലായി സമുദ്രനിരപ്പിൽ നിന്നും 7867 അടി ഉയരത്തിലായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വർണ്ണാഭമായ വീടുകൾ മികച്ച ഇന്റീരിയലുകളാൽ വിശാലമാണ്. ഒപ്പം കുന്നുകളുടെയും അതിശയകരമായ മഞ്ഞുമൂടിയ കൊടുമുടികളുടെയും മനോഹരമായ കാഴ്ചയുമുണ്ട്. ഇതിനു പുറമെ ഷിംലയിലെ മിലാൻ എന്നും സഞ്ജൌലി അറിയപ്പെടുന്നു. ഈ നഗരത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊന്ന് ഇവിടുത്തെ ഫാഷൻ ഘടകങ്ങളാണ്. എല്ലാ സീസണിലും സഞ്ജൌലിയിലെ തെരുവുകൾ സ്റ്റൈലിഷ് ആയി മാറുന്നു. സഞ്ജൌലിയിലെ ഈ കാഴ്ചകൾ ഷിംല നഗരത്തിന് നൽകുന്ന മനോഹാരിത ചെറുതൊന്നുമല്ല. അങ്ങനെ സഞ്ജൌലിയിലെ കാഴ്ചകളും ആസ്വദിച്ച് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്.